ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് ഇന്നൊരു ചൊവ്വാഴ്ച ദിവസം കേട്ടോ. ഇപ്പോൾ 2:15 നമ്മളിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം ഇറങ്ങുന്നുള്ളൂ കേട്ടോ. ഇന്ന് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുന്നുള്ളൂ. രാവിലെ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പം നമ്മളെന്തായാലും ഊബർ അപ്ഡേഷനും കാര്യമൊന്നുമില്ല കേട്ടോ. ഊബർ ഓണാക്കി നോക്കട്ടെ. റാപ്പിഡോ ഒന്നും ഇപ്പോൾ തൽക്കാലത്തിന് നമ്മൾ ഓണാക്കുന്നില്ല. ഊബർ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കട്ടെ. എന്താ ട്രിപ്പ് അടിക്കോ ഇന്നത്തെ അവസ്ഥ എന്നൊക്കെ ആലോചിച്ചോട്ടെ. ഒരു 4-5 കട്ട CNG ഉണ്ട്. എന്തായാലും ഊബർ ഓണാക്കട്ടെ കേട്ടോ. ഊബർ സർജൊന്നുമില്ല. ചൊവ്വാഴ്ച ഓട്ടം ഉണ്ടാവും, എന്താ അറിയില്ല. നമ്മളെന്തായാലും ഊബർ ഓണാക്കിന് ട്രിപ്പ് അടിക്കട്ടെ. കസ്റ്റമർ എക്സ്പീരിയൻസ് ആട്ടോ ഇന്നത്തെ വീഡിയോൻ്റെ. അതായത് ഊബറിൽ കയറുന്ന കസ്റ്റമർ, നമ്മൾ എത്ര ട്രിപ്പ് എടുക്കണം അത്രയും ട്രിപ്പിൻ്റെ കസ്റ്റമറിനായിട്ട് നമ്മൾ അവരെ, അതായത് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ പോണേ. ഇന്ന് കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഏണിങ്സും കാര്യങ്ങളൊന്നുമല്ല. ഏണിങ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തായാലും കാണിക്കും. ഇപ്പോൾ 2.15 നമ്മളെന്തായാലും മെയിനായിട്ട് ഇന്ന് നോക്കുന്നത് കസ്റ്റമർ എക്സ്പീരിയൻസ് ആട്ടോ. ഇതെങ്ങനെ ഉണ്ടോ അറിയില്ല, നമ്മളൊന്ന് എടുത്തു നോക്കിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കസ്റ്റമർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്. അപ്പോൾ എന്തായാലും ഊബർ കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ടാണ്. ഒക്കെ പ്രയോറിറ്റി, ഊബർ, ഗോ ആക്സസ്, ഇൻ്റർസിറ്റി എല്ലാം ഓണാട്ടോ. ഏത് ട്രിപ്പ് ഇട്ടാലും നമ്മൾ എടുക്കും. എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കും. ഇവിടുന്ന് അങ്ങനെ ട്രിപ്പ് അടിക്കല്ല. ഇവിടെ എപ്പോൾ ഇരുന്നാലും കുറേ ടൈം നിൽക്കണ്ടേ. പിന്നെ 2:15 നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ മാറ്റി കിട്ടും. ഇവിടെ ആകുമ്പോൾ നല്ല തണലുണ്ട്. അത് നമ്മൾ ഇരിക്കണേ ഇവിടെ. ഗായ്സ്, നമുക്കിപ്പോൾ 2 ട്രിപ്പ് വന്നിട്ടോ. ഒരു ഇൻഫോ പാർക്ക് വന്നു, ഒരു അമൃത ഹോസ്പിറ്റൽ വന്നു. 2 മാച്ച് ട്രിപ്പാണ്. നമുക്ക് കിട്ടിയില്ല. പിന്നെ ഇവിടെയൊക്കെ കുറേ വണ്ടിക്കാരുണ്ട്, അവർക്കറിയാൻ കിട്ടിയെന്നും അറിയില്ല. ഇപ്പോൾ ഒരു അമൃത ഹോസ്പിറ്റലും കൂടെ വന്നായിരുന്നു, അത് കിട്ടിയില്ല കേട്ടോ. നമ്മളിവിടെ ഇരിക്കണ്ടേ, ഇവിടെ നിന്ന് പോയില്ല. ഇവിടെ ഇങ്ങനെ ഈ തണലിൻ്റെ സുഖം അവിടെ നിന്ന് പോവില്ല. എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ. എന്തായാലും ഇനി നമ്മൾ ഇവിടുന്ന് പോകണില്ല. 3 മണിയായിട്ടോ. 1.25 മണിക്കൂറായി, 1 മണിക്കൂറായി, 3/4 മണിക്കൂറായി. എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ. നമ്മളിവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് രാജഗിരി സ്കൂളിലാട്ടോ, നമ്മുടെ സൗത്ത് കളമശ്ശേരി ഭാഗം. അപ്പം എന്താ വെച്ചാൽ കസ്റ്റമർ മൾട്ടിപ്പിൾ സ്റ്റോപ്പാണ്. കസ്റ്റമർ എടുത്ത സ്ഥലത്ത് നിന്ന് അവിടെ തന്നെ കൊണ്ടാക്കണം. അപ്പോൾ കൊച്ചിനെടുക്കാൻ വന്നതാണ്. 4:30 ക്ലാസ് വിട്ടുള്ളതാണ്. 4:15 ഇവിടെ 4:24 എനിക്കറിയില്ല, പൈസ കൂട്ടി ചോദിക്കണ്ടാവും. നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റോപ്പ് പറഞ്ഞാൽ ആ സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് പോരാല്ലോ. ഒരു 5 മിനിറ്റൊക്കെ മാക്സിമം നിൽക്കുക. ഇത് നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ് ചെയ്തിട്ട് നമുക്ക് അതിന് പേയ്മെൻറ്റ് കിട്ടുമൊന്നുമില്ല. നമ്മൾ ആ കസ്റ്റമർ ഇപ്പോൾ ഫ്രണ്ടിലൂടെ പോയിട്ടോ. കൊച്ചിനെ ഇറക്കി കൊണ്ടുവരാനുള്ളൂ എന്നാണ് പറഞ്ഞത്. കൊച്ചിനെ ഇറക്കി കൊണ്ടുവന്ന് പിന്നെ അങ്ങോട്ട് പോയിന്, ബാക്കിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കറിയില്ല. നമ്മളെ മൈൻഡും കൂടി വെച്ചില്ല നമ്മളെ കണ്ടിട്ട്. എങ്ങോട്ടാണ് അവൻ പോണത് എനിക്കറിയില്ല. ഇനി നമ്മളെ തിരഞ്ഞു പോവാണോ അതും അറിയില്ല. എന്തിനാ പോണത്, വരട്ടെ. എന്തായാലും നമുക്ക് പൈസ കൂട്ടി തന്നിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളാ ട്രിപ്പ് ക്ലോസ് ചെയ്തു. 261 രൂപ നമുക്ക് കിട്ടി. 380 രൂപ ക്യാഷ് കളക്ട്. കറക്റ്റ് 380 തന്നെ ഇട്ട്. ആ വെയിറ്റ് ചെയ്തതിനും കാര്യങ്ങൾക്കൊന്നും കിട്ടിയില്ല. 4 മണിയായിട്ടോ ട്രിപ്പ് ഇവിടെ. 4 മണിയെന്നല്ല, ഇപ്പോൾ ഇവിടെ 5 മണിയായി. നമ്മൾ 3:55 എടുത്താൽ. ഏതായാലും കുഴപ്പമില്ല, പോട്ടെ. കസ്റ്റമറോട് നമ്മളൊന്നും സംസാരിച്ചില്ല, കസ്റ്റമർ നമ്മളോടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ പൈസ എമൗണ്ട് തന്നെ ഇട്ടിട്ടുള്ളൂ. അതിൽ കാണിച്ച, അതായത് അവിടെ വെയിറ്റ് ചെയ്തതിനുള്ള എമൗണ്ട് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ചോദിക്കാനും പോയിട്ടില്ല, നമ്മളങ്ങനെ ചോദിക്കില്ല. കാരണം അവർ കണ്ടറിഞ്ഞ് തരേണ്ടതൊക്കെ. എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം. നമ്മൾ മൊബൈൽ സ്റ്റാൻഡ് ഇവിടെ കിടക്കുന്നത്. ഇത്രയും കാലം ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടേക്ക് ആക്കിയിട്ട് നമുക്കൊരു കംഫർട്ട് കിട്ടില്ല. ഒന്നാമത് നമ്മൾ ഇങ്ങോട്ട് ആക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ചാർജർ പിന്നെ ഇതിലെ വരുമ്പം ഇതിൻ്റെ അകത്തൂടെ കയറി പോവാണ്. അപ്പോൾ നമുക്കൊരു ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റിയറിങ്ങിൻ്റെ അകത്തെങ്ങാനും വയറ് കുടുങ്ങേണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് ആക്കിയത് കേട്ടോ. പക്ഷെ ഇത് നൈസാണ് ഇങ്ങനെ വെക്കണത്. പക്ഷേ നമുക്കൊരു കംഫർട്ട് കിട്ടില്ല. നമ്മളിപ്പോൾ ഇങ്ങോട്ട് തന്നെ മാറ്റാൻ പോകട്ടെ. ഇനി ഇതാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി കംഫർട്ടായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തന്നെ മാറ്റാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ട്രിപ്പ് അടിക്കാനായിട്ട് ട്രിപ്പ് അടിച്ച് നമുക്ക് എടുത്തിട്ട് പോകണം. എന്തായാലും ഇങ്ങോട്ട് മാറ്റട്ടെ. നമ്മൾ പിന്നെയും മാറ്റിയിട്ട് നമ്മൾ മൊബൈലിൻ്റെ സ്റ്റാൻഡ് ഇപ്പം തന്നെ 5 മിനിറ്റ് ആയപ്പോൾ ഇവിടെ ആയിരുന്നല്ലോ വെച്ച്, ഇപ്പം ഇങ്ങോട്ടാക്കി. അതായത് ഇവിടെ കൊണ്ടുവച്ചു. ഒന്നുമില്ല, നമുക്ക് അതായത് ഇപ്പോൾ ഈ ചാർജറിൻ്റെ മെയിൻ പ്രശ്നമാണ്. ചാർജർ ഇവിടെയാണ് കിടക്കുന്നത്. ഇപ്പോൾ മുകളിലാകുമ്പം ഇതിലിടണം ചാർജർ. ഇതിലിട്ടിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ചാർജർ ഇതിലെപ്പോവും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം
ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജർ എന്താ വെച്ചാൽ ഇതിലിട്ടാലും ഇതിലെ താഴെ കൂടെ വരുന്നുണ്ട്, അപ്പോൾ വലിയ ഇഷ്യൂ വരില്ല. അപ്പോൾ ഇങ്ങോട്ടാക്കി നമ്മൾ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഇതിവിടെ ടൈറ്റായി നിൽക്കുമെന്ന് അറിയില്ല കേട്ടോ, കാരണം കുറച്ച് പുറത്തും കുറച്ച് താഴെയായിട്ട് കുറച്ച് മേലെ ഇതായിട്ടില്ല, ഒട്ടിയിട്ടില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കൊന്നും കൂടി കംഫർട്ടായ മാതിരി തോന്നി. പിന്നെ ഇവിടെ വെക്കുമ്പോൾ നല്ല ഹീറ്റ് വരും. അതായത് മാക്സിമം കഴിയുന്നപോലൊക്കെ ഫോണ് ഒന്നെങ്കിൽ ഈ സൈഡിൽ വെക്കുക, അതായത് താഴെ നിൽക്കുന്ന പോലത്തിൽ. എന്താ വെച്ചാൽ ഒന്നുമില്ല, ഭയങ്കര വെയിലിങ്ങനെ അടിക്കല്ല, അപ്പോൾ ഭയങ്കര ചൂടാവും ഫോണ്. അതുകൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ കാരണങ്ങൾ നമ്മൾ മാറ്റാൻ. അങ്ങനെ മാറ്റി ഇപ്പോൾ ഇവിടെ വെച്ചാണ്. ഇപ്പോൾ ഇത് കംഫർട്ടാണെന്നാണ് തോന്നുന്നത്. ഇത് കംഫർട്ടാണ് തൽക്കാലം, ഇപ്പോൾ ഇവിടെ വെക്കട്ടെ. ഓക്കെ, ഇതാകുമ്പോൾ നമുക്ക് വിഷ്വലും കുഴപ്പമില്ല, അത്യാവശ്യം വിഷ്വലും കാണുന്നുണ്ട്. മൊബൈൽ അവിടെ നിൽക്കുന്ന പോലെ വലിയ ഫീലില്ല, അവിടെ കിടക്കട്ടെ. എന്തായാലും ട്രിപ്പ് അടിച്ചില്ല കേട്ടോ, ഒന്നും എന്താ ട്രിപ്പില്ല. നമ്മൾ അവിടുന്ന് പോകുന്ന ഇപ്പോൾ സിവിൽ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടോ. 5:03 ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. നമുക്കൊരു ചായ അടിക്കാം, ചായ അടിച്ചിട്ട് എന്തായാലും ഇനി ഓണാക്കാം. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടപ്പോൾ വി കെയർ മെഡിക്കൽസ് 5. അപ്പോൾ ഇവിടെ തന്നെയാണ് കാണിക്കുന്നത്. നോക്കട്ടെ, ഇവിടെ എവിടെയോ ആണ് ലൊക്കേഷൻ കിടക്കണേ. നമ്മൾ നിന്നവിടെ തന്നെ അടിച്ചടിച്ച് ലേശം ഫ്രണ്ടിലോട്ട് പോകുന്നെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും പിക്ക് ചെയ്തിട്ടോ, പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പറയാമേ. നമുക്ക് ഈ ട്രിപ്പ് ഉണ്ടല്ലോ, ഇതും മൾട്ടിപ്പിൾ സ്റ്റോപ്പ് കേട്ടോ. നമ്മൾ വേറെ ഓപ്ഷനൊക്കെ ഓഫാണോ അല്ല അറിയായിട്ട് ചോദിച്ചു, ഒക്കെ ഓണാണല്ലോ. ആഡ് സ്റ്റോപ്പ് മാത്രം, മൾട്ടിപ്പിൾ സ്റ്റോപ്പില്ല മാത്രം ട്രിപ്പ് തന്നെ കിട്ടുന്നുള്ളൂ. ആകെ 2 ട്രിപ്പ് ഇട്ട് 2 മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ആട്ടോ. അതുപോലെ അടുത്തേക്ക് തന്നെ ആകെ 2 കിലോമീറ്റർ പോന്നിട്ടുള്ളൂ. ഒരു ഫാർമസിക്ക് ഒന്ന് കാലിന് കഴിയട്ടോ നടത്തിന്. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് നിർത്തി കൊടുത്ത് ഇപ്പം ഞാൻ അവിടെ പാർക്കിങ് നിർത്തി കേട്ടോ. അപ്പം ഇനി കഴിഞ്ഞിട്ട് പോവാം. ഇപ്പോൾ വരാമെന്നാണ് പറഞ്ഞത്, കൂടുതൽ ടൈം എടുക്കൂലേക്കും. ഇതിനിപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടാവും? അടുത്ത സ്റ്റോപ്പ് 250 മീറ്റർ ഉള്ളൂ. ഇതെവിടെ? അത് ശരി, ഇൻഫോ പാർക്ക് റോഡ്, IMG ജംഗ്ഷൻ, കാക്കനാട് ഇങ്ങോട്ട് ചെമ്പുമുക്ക്, ഇൻഫോ പാർക്ക് റോഡ്. ഇപ്പം നമ്മൾ അങ്ങോട്ട് തന്നെ ആയിട്ട് പോകണ്ടേ. അങ്ങോട്ട് തന്നെ പോയി 250 മീറ്ററിൽ അടുത്ത ഡ്രോപ്പ്. നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അതിന് 180 രൂപ കേട്ടോ ക്യാഷ് കളക്ട് ചെയ്ത്. 115 രൂപ നമുക്ക് കിട്ടി. പിന്നെ അത് ഇവിടെ തന്നെ 250 മീറ്റർ കൂടി പോയിട്ട് ഒരു ഫ്ലാറ്റിലോട്ടായിരുന്നു. അപ്പം നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടോ. ഒരു ശരത്ത് ഒരു 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ പിക്കപ്പ്. ഇൻഫോ പാർക്കിന്ന് പൂക്കാട്ടുപടി എടപ്പള്ളിയോ എന്തോ കണ്ടു. അത് മാച്ചല്ല കേട്ടോ, ട്രിപ്പായിട്ടാണ് വന്നപ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട് എടുക്കുക. എല്ലാ ട്രിപ്പ് എടുത്ത് ഓട് തന്നെ. പിന്നെ ഈ മാഡം എന്താ വെച്ചാൽ നടന്നു പോയപ്പോൾ വീണതാട്ടോ. അപ്പോൾ കാല് പൊട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കൊക്കെ വെച്ചാൽ നടക്കുന്നത്. എന്നോട് പറഞ്ഞ് നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് 200 മീറ്ററും കൂടി ആഡ് സ്റ്റോപ്പ് അടിച്ചത്, അല്ലെങ്കിൽ ഞാൻ അവിടെ ഫാർമസിയിൽ വെച്ചിട്ട് നടക്കും എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല നീറ്റായിട്ട് പെരുമാറി. നൈസ് കസ്റ്റമർ. എന്തായാലും നമ്മളത് ഡ്രോപ്പ് ചെയ്തു. ഇനി എന്തായാലും ശരത്തിന് പോയി പിക്ക് ചെയ്യട്ടെ. ശരത്ത് ബ്രോയെ പോയി പിക്ക് ചെയ്യട്ടെ. എടുക്കാൻ നോക്കിയില്ല, പൂക്കാട്ടുപടിയാന്നാ തോന്നുന്നത്. എന്തായാലും വിപ്രോ എന്നാട്ടോ നമുക്ക് അടിച്ച ഇൻഫോ പാക്കുന്നത്. എന്തായാലും പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. എന്നിട്ട് കസ്റ്റമർ എങ്ങനെയുണ്ട് പറയാ. ശരത്തിനെ കാണാനല്ലോ നമ്മളിവിടെ വിപ്രോൻ്റെ അടുത്തിന് വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. ഒരു വട്ടം വിളിച്ചു. ഇപ്പം നമ്മളിവിടെ മെസ്സേജ് വിട്ടുണ്ടോ, ഡെലിവേർഡ് അതിന് വരുന്നുണ്ടോ അറിയാൻ പാടില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഇനിയിപ്പോൾ അതിന് വെച്ചപ്പോൾ ഉണ്ടാവില്ലേക്കോ 2 വട്ടം. എന്തിനാ 2 വട്ടം വിളിച്ചു ചോദിച്ചോ? എന്തായാലും വിളിച്ചട്ടെ എന്താ പറയണ നോക്കട്ടെ. ഫോൺ എടുക്കണില്ല. എനിക്കറിയില്ല എന്താ ഇങ്ങനെ ട്രിപ്പ് വിളിച്ചിട്ട് ഫോൺ എടുക്കൂല. ഞാൻ മെസ്സേജ് അയച്ചിട്ട് മെസ്സേജിനും റീപ്ലൈ അല്ല. നമ്മൾ ടൈമായ ക്യാൻസൽ ചെയ്താണ് പോട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ഓൻ്റെ ട്രിപ്പൊന്നും നമ്മൾ എടുക്കൂല. ഇതൊക്കെയാണ് നമുക്ക് ദേഷ്യം പിടിക്കുക. കാരണം നമ്മൾ അത്രയും 2-2.5 കിലോമീറ്റർ ഓടിച്ച് വരുമ്പം എന്തായാലും ഒരു 10 മിനിറ്റ് എടുക്കും.
10 മിനിറ്റ് എന്തായാലും 2.5 കിലോമീറ്റർ കൂട്ടിക്കോ. 10 മിനിറ്റ് എടുത്താലും നമ്മൾ ഓടിച്ചു എത്തി കഴിഞ്ഞാൽ അപ്പോൾ ഓല ഇറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത്രയും തിരക്കൂടെ ഓടിച്ചു വന്ന നമ്മളെ വണ്ടന്മാർ എന്തായാലും അവൻ വരട്ടെ, ഇവിടെ എക്കട്ടെ. ടൈം ഇതായ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമ്മളവിടെ പോകും. പിന്നെ ഓനെ കാത്തിക്കൂല, ഓന് വേണമെങ്കിൽ വന്നാൽ മതി. ഞാൻ ഫോൺ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ആണല്ലേ, ഞാൻ 2-3 തവണ വിളിച്ചു, അപ്പൊ ആളെ കാണുന്നില്ല. ഓ നമുക്ക് നിങ്ങളെ തിരിച്ചറിയത്തില്ല. അതല്ല, കസ്റ്റമേഴ്സിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടൂല. നിങ്ങൾക്ക് നമ്മളെ വണ്ടി നമ്പർ അറിയാലോ. ആണല്ലേ, അത് കുഴപ്പമില്ല. അല്ല, ഞാൻ ഇനിയിപ്പോ അകത്തുനിന്ന് ബുക്ക് ചെയ്ത് ആള് വരാണ്ടോ വിചാരിച്ച അവിടെ വെയിറ്റ് ചെയ്തു. നമ്മളാ ട്രിപ്പ് കഴിഞ്ഞിട്ടോ നമ്മളെ ക്ലോസ് ചെയ്തു. ഇവിടെ എടപ്പള്ളി ടോളിലോട്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ ഇറക്കി. കസ്റ്റമർ നൈസ് കസ്റ്റമർ കേട്ടോ, ഒരു പയ്യനായിരുന്നു. അപ്പോൾ എന്നോട് ഇറങ്ങിയപ്പോൾ അതായത് കസ്റ്റമർ എൻ്റെ വീഡിയോയിൽ പെട്ടിട്ടുണ്ട്. കസ്റ്റമർ ഒരു ചോപ്പ് ടീഷർട്ട് ഇട്ടിരിക്കുന്ന ഒരു കസ്റ്റമറായിരുന്നു. അപ്പോൾ ആളിനോട് ഞാൻ എന്നെ കണ്ടിട്ടില്ലായിരുന്നു. കസ്റ്റമറിനോട് ഞാൻ വണ്ടി കണ്ടു, പക്ഷേ ഇതന്നെയാണ് വണ്ടി എനിക്ക് ഉറപ്പില്ല. ഞാൻ ഒന്നാമത് ഫോണിലതിന് ബിസി ആയിപ്പോയി, ചെറിയൊരു തിരക്കിലേന്, അതുകൊണ്ടാട്ടോ സോറി പറഞ്ഞ് വന്ന് കയറി. ഞാനവിടെ ഒരു 5-10 മിനിറ്റ് നിൽക്കുക, എൻ്റെ മുന്നിൽ ഇയാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ വേറെ എന്തോ ടെൻഷനില്ല. അപ്പോൾ ഇയാൾ ആ ടെൻഷൻ അടിച്ചാണ്ട് വന്നാണ്ട് എന്തെല്ലാം ആൾ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ വണ്ടി കിട്ടി. അപ്പോൾ പിന്നെ വന്ന് കയറി. ഞാൻ നോക്കിയില്ലടാ, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നോട് ഇല്ല. അല്ല, നമുക്ക് നിങ്ങളറിയില്ല, നിങ്ങൾക്ക് നമ്മളെ വണ്ടി നമ്പറെങ്കിൽ അറിയുള്ളൂ. അപ്പം നിങ്ങളത് നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, സോറി എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു. ഇവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ 5 സ്റ്റാർ ഇട്ടേക്കിട്ടോ എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ ഏതായാലും ഇറക്കിയിട്ടണേ. നമ്മളിവിടെ ഇനിയിപ്പോൾ ലുലുവിൻ്റെ അങ്ങോട്ട് പോയേക്കാം. ഇവിടെ എന്തായാലും നിന്നിട്ട് വരും. ലുലുവിലൊന്ന് കയറി നിങ്ങൾ ചിലപ്പോൾ ട്രിപ്പ് അടിക്കും, ബ്ലോക്ക് ആവുമോ ലുലുവിൻ്റെ അവിടെ. ഇവിടെ ബ്ലോക്ക് തന്നെ കേട്ടോ. നമ്മളെന്തായാലും ലുലു പോയി ഇറങ്ങട്ടെ. എന്തായാലും ഈ കസ്റ്റമർ നൈസാട്ടോ, കുറച്ച് നേരം വൈകിട്ടുണ്ടെങ്കിൽ ആളടിപൊളി, കണ്ണൂരുകാരനാണ്. ലുലുവിൻ്റെ മെട്രോൻ്റെ അവിടെ എത്തിയിട്ടോ. നമ്മളെന്തായാലും ലുലു മാളിലൊന്ന് കയറി വെക്കാം, കയറി ഇറങ്ങാം, അത് നടക്കുള്ളൂ. ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. ലുലു മാളിൽ കയറി ഇറങ്ങി. നമ്മളാകെ 3 ട്രിപ്പാട്ടോ ഓടി. ഉച്ചക്ക് ഇറങ്ങിയിട്ട് 6:18 ഇപ്പോൾ. ലുലു മാളിലൊന്ന് കയറി ഇറങ്ങട്ടെ, എന്തായാലും ട്രിപ്പ് അടിക്കുമോ നോക്കാം. നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. അതിന് 250 രൂപ ക്യാഷ് കളക്ട്, 151 രൂപ നമുക്ക് കിട്ടിട്ടോ. അതായത് കസ്റ്റമർ നൈസാട്ടോ. കസ്റ്റമർ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ഒരു അമ്മയും മോളോ കേട്ടോ, നല്ല സൂപ്പർ ഇംഗ്ലീഷ്. വണ്ടി കയറി ഇവിടെ എത്തുന്നവരെ ഇംഗ്ലീഷ്, പാട്ട ഇംഗ്ലീഷ്. നമുക്ക് ഭയങ്കര വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കാൻ പോയില്ല, ഇംഗ്ലീഷും കൂടി ആയതുകൊണ്ട്. അങ്ങനെ എന്തായാലും രസം ഗൈസ്. അങ്ങനെ നമുക്ക് ഏരൂരിന്ന് ട്രിപ്പ് അടിച്ചിട്ടോ, നമ്മുടെ ഫുൾ ഓൺ കഫേൻ്റെ അടുക്ക്, നമ്മുടെ പഴയ റൂമിൻ്റെ അടുത്തേക്ക്. ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു കേട്ടോ, ചെന്നൈക്കാരൻ. ചെന്നൈ എവിടെയാണെന്ന് വെച്ചപ്പോൾ ചെന്നൈയിലാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അടിപൊളി കസ്റ്റമർ, സംസാരിച്ചിങ്ങനെ പോകുന്നിട്ടോ. ഒരു 15 ദിവസം ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ സംസാരിച്ചിങ്ങനെ പോകുന്നത്. പിന്നെ ആളവിടെ ഇറക്കി. നമ്മളിങ്ങനെ CNG എന്തായാലും 2 ഘട്ട CNG ആയിരുന്നു, 3 ഘട്ടമല്ല 2 ഘട്ട CNG ആയിരുന്നു. കറക്റ്റ് ആ പെട്രോമിൻ്റെ അവിടെ തന്നെയാണ് ട്രിപ്പ് കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ട്രിപ്പ് 2 ഘട്ടം CNG ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഓടുമ്പോൾ അടിക്കേണ്ട വിചാരിച്ചാണ്ട് പിന്നെ അടിച്ചിട്ടോ. ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയത് 177 രൂപ കേട്ടോ. ക്യാഷ് കളക്ട് 170 രൂപ, ക്യാഷ് കളക്ട് 117 രൂപ നമുക്ക് കിട്ടിട്ടോ. അങ്ങനെ കഴിഞ്ഞു. നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തു. CNG ഒക്കെ അടിച്ച് ഫില്ലാക്കിട്ടോ. CNG 639 രൂപ കേട്ടോ ഫില്ലാക്കിയിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. ഇപ്പം ഇങ്ങനെ നമ്മളൊരു ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിച്ചിരുന്നില്ലേ, അവിടെ എത്തിട്ടോ. നമ്മൾ കറങ്ങി തിരിഞ്ഞ അവസാനം വീണ്ടും നമ്മൾ അവിടെ തന്നെ എത്തിന്. എന്താ അറിയില്ല, നമ്മൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും അവസാനം ഇടത്തല. ഇപ്പം എന്തായാലും ഇവിടെ ഉണ്ട്. ഊബർ ഓണാക്കി ട്രിപ്പ് അടിക്ക് നോക്കട്ടെ. ഫുഡ് കഴിക്കണം, 8 മണി. അപ്പോൾ എന്തായാലും ഫുഡും കഴിക്കണം. ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഓണാക്കുള്ളൂ, ചിലപ്പോൾ ഓഫ് ചെയ്യും. എന്തായാലും നോട്ടെ, നമ്മൾ മാക്സിമം ഒരു 10 മണി വരെ കൂടുള്ളൂ കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങി, നാളെ ഇപ്പം രാവിലെ ഇറങ്ങാം. നമ്മൾ രാവിലെ ഇറങ്ങാൻ പറഞ്ഞാൽ എന്തായാലും 8-9-10 മണി ആവും ഇറങ്ങാൻ. അതല്ലേ 10 മിനിറ്റ് ആയിട്ടോ. നമുക്ക് ട്രിപ്പൊന്നും അടിച്ചില്ല, നമ്മൾ ഊബർ ഓഫ് ചെയ്തില്ല. നമ്മളെ ഫുഡ് കഴിക്കാട്ടോ. ഇവിടെ കുറച്ച് അപ്പുറത്ത് ഒരു ഹോട്ടലുണ്ട്, കുറച്ച് അപ്പുറം പോയിട്ട് ഇവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ഓണാക്കാം. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല,
എന്തായാലും അവിടെ എത്തുന്ന നേരം നമ്മൾ എന്തായാലും ഓഫ് ചെയ്യൂല. നമ്മളിവിടെ എത്തിയിട്ട് ഹോട്ടലിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ നിർത്താൻ സ്ഥലം. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുന്നു. എന്തായാലും കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് ട്രിപ്പ് അടിക്കണതാ തിരുവാങ്കുളം. ഫുഡ് അടിക്കണം. വേണ്ട ട്രിപ്പ് വേണ്ട. ഇത്രയും നേരം ട്രിപ്പ് അടിച്ചില്ല. ഓഫ് ചെയ്ത് ഇത്രയും നേരം ട്രിപ്പ് അടിച്ചാതെ ഇപ്പം ഓളും കിട്ടി ട്രിപ്പ് അടിച്ചേക്കുക തിരുവാങ്കുളത്തോട്ടേ, തൃപ്പൂണിത്തറ ഭാഗത്തേക്ക്. നമുക്ക് എടുക്കാൻ താല്പര്യമില്ല എന്നിട്ടല്ല. അപ്പോൾ ഈ ഇത്രയും നേരം നമ്മൾ ഫുഡ് കഴിക്കാൻ ഇതുണ്ടായിട്ട് ട്രിപ്പ് അടിച്ചില്ല. ഇപ്പം എന്തായാലും ഇത് ഓഫ് ചെയ്തിട്ട് പോയി ഫുഡ് കഴിച്ചിട്ടേ ഓണാക്കുള്ളൂ. അതിനുള്ള ട്രിപ്പ് മതി. ഗായ്സ് അങ്ങനെ നമ്മൾ ഫുഡ് അടിച്ച് വന്നിട്ടോ. ഇപ്പം സമയം 8:30. നമ്മൾ മാക്സിമം ഒരു 9-10 മണി വരെയൊക്കെ ഓണാക്കി നോക്കാം. എന്തായാലും ഊബർ ഓൺ ചെയ്യാം കേട്ടോ. നമ്മൾ ആകെ 5 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. ഊബർ ഓൺ ചെയ്തോട്ടെ. ട്രിപ്പ് അടിക്കോട്ടെ. ട്രിപ്പ് അടിച്ചിട്ട് കാണാവേ ഏത് ട്രിപ്പാണോ ഇനി കിട്ടണേ. ഏത് അൽക്കുലത്തെ ട്രിപ്പ് കിട്ടാന്നാൽ മതി. കുഴപ്പമില്ലാത്ത ഏതെങ്കിലുമൊക്കെ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ അടുത്ത് കിട്ടിയാൽ മതി. ലോങ് വേണ്ട. ഇപ്പം നഷ്ടമാണ് ലോങ് ഇപ്പം ഈ രാത്രി പോണേ. ചെറിയ മഴ ചെയ്യുന്നുണ്ട് കേട്ടോ. നൈസ് മഴ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ട്രിപ്പ് അടിച്ചിട്ട് കാണാം. ഗായ്സ് ഇപ്പോൾ 9:18 ടൈം. നമ്മളാകെ 5 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. ഇതെന്താ വെച്ചാൽ നമുക്ക് പിന്നെയും ട്രിപ്പ് അടിച്ചു കേട്ടോ. ഒരു 3 ട്രിപ്പോളം അടിച്ചു. അതിൽ നമ്മളെടുത്തത് നമ്മൾ ഏത് ട്രിപ്പ് എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അക്സെപ്റ്റിംഗ് റേറ്റ് 96 ട്രിപ്പ് എടുക്കാത്തതുകൊണ്ട് 96 3 ട്രിപ്പ് നമ്മൾ എടുത്തില്ല. ഓൾറെഡി 99 കഴിഞ്ഞുണ്ട്. 96 ഒന്നുമില്ല. ഒന്ന് വന്നത് പെരുമ്പാവൂർ വന്നു. ഈ ടൈമൊക്കെ പെരുമ്പാവൂർ ഭയങ്കരമായിട്ട് കാലടിച്ച് വരുന്നത്. അത് നല്ല റൂമൊക്കെ കാലടിച്ച് പോകണം. പിന്നെ ഒരു തേവര വന്നു. പിന്നെ ഒരു ഫോർട്ട് കൊച്ചി വന്നു. 3 നമ്മൾ എടുത്തില്ല കേട്ടോ. കഴിഞ്ഞിപ്പോൾ നമ്മളെ റൂമിൻ്റെ അങ്ങോട്ട് ലൊക്കേഷൻ ഇട്ട് വെച്ചിട്ട് നമ്മളെന്തായാലും ഇവിടുന്ന് പോവാം. എന്നിട്ട് അവിടെ എത്തുന്നതിന് മുന്നേ ട്രിപ്പ് അടിക്കണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് എടുക്കാം. റൂമിൻ്റെ ആയിട്ട് ടച്ച് ഇനി അപ്പോൾ ആ ഭാഗത്തേക്ക് ട്രിപ്പ് അടിക്കുള്ളൂ. എന്തായാലും അവിടേക്ക് അടിക്കുന്ന ട്രിപ്പ് വല്ലതും എടുത്ത് പോവാം. ഇല്ലെങ്കിൽ അവിടെ പോവാം. സീനൊന്നുമില്ല. 9 മണി കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നാളെ ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഊബറും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തു. നമ്മൾ റൂമിലെത്തി, വണ്ടി പാർക്ക് ചെയ്തു. ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടു 9:30 മണിയായിപ്പോൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നേരെ പ്രത്യേകിച്ചുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള ഇറങ്ങി. ആകെ 5 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. ഓട്ടല്ല ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയില്ല. കാരണം ഞാൻ തന്നെ ഇറങ്ങിയിട്ട് ഇപ്പോൾ മര്യാദയ്ക്ക് ഇറങ്ങിയിട്ട് ഒരാഴ്ചൻ്റെ മേലായി. എന്താ അവസ്ഥ അറിയില്ല. ആകെ 5 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം 3-4 ട്രിപ്പ് എടുത്ത് നമ്മൾ ഒഴിവാക്കി വിട്ട്. കാരണം ഈ നേരത്തെ നമ്മൾ ട്രിപ്പ് പോയിട്ട് കാര്യമില്ല. റിട്ടേൺ കിട്ടൂല. ഇന്നത്തെ നമ്മളെ കസ്റ്റമർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൽ ആകെ 5 കസ്റ്റമറാണ് കയറിയത്. അതിൽ നമ്മളെ അടിപൊളി കസ്റ്റമർ ലാസ്റ്റ് കയറിയത് കേട്ടോ. ചെന്നൈക്കാരൻ നല്ലതായി സംസാരിച്ചു പോകുന്നത് അടിപൊളി. ഇന്നത്തെ കസ്റ്റമർ അതാണ്. അപ്പോൾ വേറെ ഒന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് നമ്മൾ ആകെ ഓടിയത് എത്ര രൂപക്കാരോ? 867 രൂപ, 900 രൂപ, 850 രൂപ ഓടി മൊത്തത്തിൽ. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഊബറൊക്കെ ഓഫ് ചെയ്തു. നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ അക്കൗണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക. നാളെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരും കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീഡിയോസൊക്കെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ശരി, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ.